ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. ഇതിൽ അടിപൊളി ഒരു മുട്ടക്കറിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്, പിന്നെ രണ്ട് പ്രൊഡക്ട്സും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഇതാ ഇന്ന് രാവിലെ പത്തിരിയും മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു വലിയുള്ളി സ്ലൈസ് ചെയ്തത് കട്ട് ചെയ്തെടുത്തുക്കണേ. പിന്നെ ഇതാ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല. ഇത് പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ. കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ കൂടി ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തിക്കണ്. ഇനിയിപ്പോൾ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ മുളക് പൊടി എത്രയാണോ ഇടുന്നത് അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല. ഇനിയിപ്പോൾ ഇതാ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ഒരു 2-3 വിസിൽ മതി കേട്ടോ. ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു വരും. ഇപ്പോൾ അതൊന്ന് ഗ്യാസ് മിൽക്ക് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതാ പത്തിരിക്കുള്ള പൊടി ഇവിടെ വാട്ടി വെച്ചിരിക്കണ്. ഇനിയിപ്പോൾ കറിയിലേക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ തേങ്ങ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കറി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് തേങ്ങ എടുക്കുക. അപ്പോൾ മസാലപ്പൊടികളുടെ അളവും കൂടി ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങയിലേക്ക് 2 ചെറിയ ഉള്ളി, അല്ലെങ്കിൽ വലിയ ഉള്ളീൻ്റെ ചെറിയ 2 പീസ് ഇട്ട് കൊടുത്താൽ മതി. 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പിൻ്റെ ഇല, പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം. അതൊക്കെ കൂടി ഇട്ടിട്ട് ഈ ഒരു തേങ്ങ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. തേങ്ങ ഏകദേശം ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അത് കറിക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഒക്കെ ഇവിടെ നല്ലോണം വറുത്തെടുത്തേക്കണം. ഇനിയിപ്പോൾ ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കും കൂടി വേണം. ആ ഒരു സമയത്ത് കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാനൊരു പോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കണ്. ഇനിയിപ്പോൾ അത് നല്ലോണം തിളച്ച് വരുമ്പോൾ ഈ ഒരു അരപ്പ് ആ ഒരു മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു കറി ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് തൂമിച്ച് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയാണ് കേട്ടോ അരിഞ്ഞെടുത്തിക്കണത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തൂമിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിക്കണ്. ആ സമയത്ത് കറിയൊക്കെ നല്ലോണം തിളച്ചിക്കണ്. ഇനിയിപ്പോൾ അതൊന്ന് ഗ്യാസിൽ നിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ആ ഒരു ഗ്യാസ് മിൽക്ക് നമുക്ക് മുട്ട ഒന്ന് ചിക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തേക്കണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഉള്ളിയൊക്കെ നല്ലോണം ബ്രൗൺ കളറായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തേക്കണ്. ഇനിയിപ്പോൾ അത് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാനിവിടെ 4 മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു മുട്ട നല്ലോണം ഒന്ന് ചിക്കിയെടുക്കണം. പിന്നെ മുട്ട ചിക്കിയെടുക്കുമ്പോൾ നല്ലോണം അങ്ങനെ ഡ്രൈ ആയിട്ട് വരണ്ട, കുറച്ചൊന്ന് ഒരു ലൂസിലാണ് കേട്ടോ വേണ്ടത്. നല്ലോണം അങ്ങനെ മുരിഞ്ഞ് ഡ്രൈ ആയി വരണ്ട. മുട്ടയൊക്കെ നല്ലോണം ചിക്കി എടുത്തിക്കണ്. അതിപ്പോൾ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ആ ഒരു മുട്ടയും ആ ഒരു കറിയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് കറി കട്ടി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അടിപൊളി ഒരു മുട്ടക്കറിയാണ്. പത്തിരിയുടെ കൂടിയും ദോശയുടെ കൂടിയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഞാൻ പത്തിരിയൊക്കെ പരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്.
അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നത്തെയും പോലെ തന്നെ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടു. ഇന്നിപ്പോൾ വാഷ് ബേസും കൂടി ഒന്ന് കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നല്ലോണം ഒന്ന് കഴുകിയിട്ട് നല്ലോണം തുടച്ചിട്ടിക്കണ്. ഇതാ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെടികളായിരുന്നു. അപ്പോൾ അത് ഒരാഴ്ച ആയിരുന്നു. അപ്പോൾ അതൊന്ന് പുറത്തേക്ക് വെച്ച് കൊടുത്തതാണ്. പുറത്തേക്ക് വെച്ചിട്ട് അത് നല്ലോണം ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ 2 പ്രൊഡക്ട്സ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ള സ്റ്റീലിൻ്റെ കുക്ക് ആൻഡ് സെർവ് സെറ്റാണ് കേട്ടോ. ഇതിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ കുക്ക് ചെയ്യാനും പറ്റും. ഞാനിപ്പോൾ ഇതിൽ കറിയും കാര്യങ്ങളൊക്കെ ചൂടാക്കുക അങ്ങനത്തതൊക്കെയാണ് കേട്ടോ ചെയ്യൽ. നല്ല അടിപൊളി സ്റ്റീൽ കണ്ടെയ്നേഴ്സാണ്. ഇത് നമുക്ക് ടേബിൾ മേലൊക്കെ സെർവ് ചെയ്യാനും ഒക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ഈ ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അതിൻ്റെ ഒരു ഹാൻഡിലും അതുപോലെ മൂടിമേലുള്ള ഒരു ഇതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലും കാര്യങ്ങളുമാണ്. അതിൻ്റെ ഇപ്പോൾ ഞാൻ ഒരു 3.5 വർഷമായി യൂസ് ചെയ്യണേ, ഒന്ന് ഇളക പോലും ചെയ്തിട്ടില്ല. നല്ല അടി കട്ടിയുള്ള നല്ല അടിപൊളി സ്റ്റീൽ കണ്ടെയ്നേഴ്സാണ്. ഇത് നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒഴിച്ച് വെക്കാനും അത് അങ്ങനെ തന്നെ ടേബിൾ മേലൊക്കെ കൊണ്ടു വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ല കണ്ടെയ്നേഴ്സാണ് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് നല്ല വലുത്, അതിൻ്റെ ചെറുത്, പിന്നെ അതിൻ്റെ ചെറുത്, അങ്ങനെ 3 സെറ്റായിട്ടാണ് വരുന്നത്. അടിപൊളിയാണ്. ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ ഈ ഒരു വലിയ പോട്ടിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചൂടാക്കാനൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ നമുക്ക് ഗ്യാസ് മേൽ വെച്ച് കൊടുക്കാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടെയ്നേഴ്സാണ്. മെയിൻ ഇതിൻ്റെ ക്വാളിറ്റിയാണ്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതാ ട്രയോൻ്റെ ഈ ഒരു പോട്ടാണ്. ഇത് നമുക്ക് നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി പോട്ടാണ്. ഇതും തന്നെ നല്ല അടി കട്ടിയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീലിൻ്റെ പോട്ടാണ്. 3 ലിറ്ററാണ് കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി. ഇത് ട്രയോൻ്റെയാണ്. മറ്റേതിൻ്റെത് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളും ഒക്കെ നല്ല സ്ട്രോങ് ആണ്. സ്ക്രൂ കാര്യങ്ങളോ ഒന്നും ഇളകി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റിയിട്ടുള്ള പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.